ഇസ്രയേലിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കുന്ന വിഭാഗത്തിൽപ്പെട്ട മന്ത്രിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വന്നു എന്ന് കേൾക്കുന്നു. ആരും ഒട്ട് അറിഞ്ഞിട്ടില്ല. ആരോട്ടറിയാം, നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇസ്രയേലിൽ നിന്ന് വന്നല്ലേ, അതുകൊണ്ട് മൈൻഡ് ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് നിത് ബർക്കത്ത് എന്നാണ് പേര്. ഇസ്രയേലിൻ്റെ മിനിസ്റ്റർ ഓഫ് എക്കണോമി, വേണമെങ്കിൽ ധനകാര്യമന്ത്രി എന്ന് പറയാം. ഇസ്രയേലിൻ്റെ ധനകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിരിക്കുന്നു. എപ്പോഴാണ് വന്നിരിക്കുന്നത്? യുദ്ധം നടക്കുമ്പോഴാണ്. വളരെ നിർണായക സമയം. അതെ, യുദ്ധം നടന്നു. ഹിസ്ബുള്ളയായിട്ടുള്ള വെടിനിർത്തൽ വന്നു. പക്ഷേ വെടിനിർത്തൽ മാറിയെങ്കിലും ഇടിയും വെടിയും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല? ഇസ്രയേലിൻ്റെ സാമ്പത്തിക മിനിസ്റ്റർ ഓഫ് എക്കണോമി എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ധനകാര്യമന്ത്രി, എക്കണോമി, സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട മന്ത്രി, നിർണായക മന്ത്രിയാണ് അല്ലേ? ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട മന്ത്രി, എക്കണോമി മന്ത്രി, അങ്ങനെയാണ്. നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി എന്നല്ല, ഒരു മിനിസ്റ്റർ ഓഫ് എക്കണോമി എന്നൊക്കെയാണ് വകുപ്പിൻ്റെ പേര്. അദ്ദേഹം വരുന്നത് വളരെ പ്രാധാന്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2-3 കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ അവസാനം പറയത്തുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ സ്കിപ്പ് അടിച്ചോളൂ. നിങ്ങളെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇത് വാർത്ത കൊടുക്കാത്തെന്ന് തോന്നുന്നു. അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിത് ബർക്കത്ത് പറഞ്ഞ ഒരു കാര്യം, അവർ ഗോൾ ഈസ് എക്സാക്ട്ലി ദ ഗോൾ ഓഫ് ഇന്ത്യ. ഞങ്ങളുടെ ലക്ഷ്യം നിശ്ചയമായും ഇന്ത്യയുടെ ലക്ഷ്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും ഇസ്രയേലിനും ഒരേ ലക്ഷ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഈ ഹിസ്ബുള്ളയായിട്ടുള്ള വെടിനിർത്തൽ കഴിഞ്ഞു. ഹിസ്ബുള്ള എന്ന് പറയുന്നത്, ഹിസ്ബുള്ള ആവശ്യമില്ലാതെ ഞങ്ങളുമായി യുദ്ധത്തിന് വന്നതാണ്, വെടിനിർത്തലിലേക്ക് എത്തി. ഇപ്പോൾ ലെബനോണുകാർക്ക് ഒരു സുവർണാവസരമാണ്. ലെബനോൺ എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലെ പാരീസ് ആകാൻ പറ്റിയ ഒരു സിറ്റി ഉണ്ട് അവർക്ക്, ബെയ്റൂട്ട് എന്ന് പറയുന്നത്. അത്ര മനോഹരമായ നഗരമാണ്. പക്ഷേ ലെബനീസ് ജനത വല്ലാതെ കഷ്ടപ്പെടുകയാണ്. ആര് കാരണം? ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാൻ സ്പോൺസേഡ് ഭീകരവാദികൾ അവിടെ ഉള്ളതുകൊണ്ട് മതഭ്രാന്തന്മാർ അവിടെ വന്ന് അവരെന്ത് ചെയ്തു? ഇവരെ, ആ ജനതയെ കഷ്ടപ്പെടുത്തുകയാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ബന്ദികളാക്കി, എക്സാക്ട് വേർഡാണ് ഇതിന് പറഞ്ഞത്, രാജ്യത്തെ മുഴുവൻ ബന്ദികളാക്കി ആ രാജ്യത്തെ ഭീകരവാദത്തിൻ്റെ വിളഭൂമിയാക്കി മാറ്റിയത് ഹിസ്ബുള്ളയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ സമാധാനം കിട്ടി. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളുടെ രാജ്യത്ത് വടക്കൻ ഇസ്രയേലിൽ നിന്ന് ഇവരുടെ ആക്രമണം കാരണം ഓടിപ്പോയവരുണ്ട്, അവരെ തിരിച്ചവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇസ്രയേലിലേക്ക് അവിടെ കൊണ്ട് താമസിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കി. ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുന്നതുകൂടി ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിച്ചു. അവർ ഒരു 25,000 റോക്കറ്റുകളാണ് ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്കെതിരെ വിട്ടത്. അവരുടെ ആയുധശേഷിയൊക്കെയാണ് ഞങ്ങൾ തീർത്തു. അത് ഞങ്ങൾക്ക് മാത്രമല്ല എൻ്റെ ഗുണം, ആർക്ക്? ലെബനോണിനാണ്. അതെ, ലെബനോണിന് ഗുണമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ നമ്മുടെ ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയാണ്. ഇനിയും നമുക്ക് കൂടുതൽ കച്ചവടം നടത്തണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തും. നമുക്കറിയാമല്ലോ, ഇസ്രയേലിൻ്റെ ആയുധങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. നമുക്ക് സംയുക്ത ഓർഡിനൻസ് ഫാക്ടറി ഉണ്ട്. നമ്മുടെ ഈ സംയുക്ത ഓർഡിനൻസ് ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ 1% നമുക്കും ബാക്കി ഇസ്രയേലിലും. 1% അല്ല, 1% അല്ല, ഒരു ഭാഗം. അങ്ങനെ ഒരു ഷെയറിംഗ് ഉണ്ട്. 1% എന്ന് പറഞ്ഞാൽ 1% എന്നുള്ള മീനിങ്ങിൽ എടുക്കണ്ട, നമ്മൾ പങ്കുവെച്ചെടുക്കുകയാണ്. ഇന്ത്യൻ ആയുധം, ഇന്ത്യ ഈ യുദ്ധത്തിലും ഇസ്രയേലിനെ കാര്യമായി സഹായിക്കുന്നുണ്ട്. നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, ഷിപ്പ് കണക്കിന് ആയുധങ്ങൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുക. ഇസ്രയേൽ തിരിച്ചും നമ്മളെ സഹായിക്കുന്നുണ്ട്. പരസ്പരം സാമ്പത്തിക കാര്യങ്ങളിലും വാണിജ്യ കാര്യങ്ങളിലും ഒക്കെ വലിയ ഇടപെടലുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊന്ന്. പിന്നെ മാത്രമല്ല, ഇപ്പം വെസ്റ്റ് ഏഷ്യയുടെ മുഖമാകെ മാറുകയാണ്. നമ്മൾ മുഖം മാറ്റാൻ പറ്റുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞൊരു പദ്ധതി. ഇന്ത്യയും മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളും ഇസ്രയേലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോറിഡോർ, എക്കണോമിക് സാമ്പത്തിക ഇടനാഴിയുടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് യുദ്ധം മൂലമാണ് വൈകിയത്. അപ്പോൾ ഈ മേഖലയിൽ ആകെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് ഞാൻ പറയുന്നത്, ജിഹാദി രാജ്യമായ ഇറാനാണ്. അവർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ജിഹാദ് നടത്താൻ, ഇസ്ലാമിക തീവ്രവാദം നടത്തി ഇസ്ലാമിക ഭരണം ഉണ്ടാക്കി മനുഷ്യനെ കൊന്ന് ഇസ്ലാമിൻ്റെ ഭരണം കൊണ്ടുപോകാൻ ജിഹാദികളെ കയറ്റി അയക്കുകയാണ്. ജിഹാദികളെ അയക്കുന്ന ഇറാൻ കാരണമാണ് ഈ വലിയ പദ്ധതികൾ നടക്കാതെ പോകുന്നത്. ഏതായാലും ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും അവരുടെ ജിഹാദി കൂട്ടവും ചേർന്നിട്ട് ഈ മേഖലയിൽ, ഏഷ്യയിലെ, വെസ്റ്റ് ഏഷ്യയിലെ, പടിഞ്ഞാറൻ ഏഷ്യയിലെ സമാധാനം മുഴുവൻ നശിപ്പിച്ചു. ഇനി മാത്രമല്ല, സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ വളരെ നല്ല ബന്ധമുണ്ടായി.
ഈ ബന്ധം ഉണ്ടായി ട്രംപിൻ്റെ കാലത്താണ് ഈ ബന്ധം വന്ന് അബ്രഹാം അക്കോർഡിലേക്ക് സൗദി അറേബ്യ വരുന്നു എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ഞങ്ങളുടെ രാജ്യത്തേക്ക് തീവ്രവാദാക്രമണം നടത്തി 1500ഓളം പേരൊക്കെ വന്നത്, ഹമാസിനെ കൊണ്ട് ചെയ്യിച്ചത്. അത് ശരിക്കും ഞങ്ങളും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായി വരുന്നത് ഇറാൻ ഇഷ്ടമല്ലായിരുന്നു, കരാർ നടക്കരുത്. അതിനു വേണ്ടിയിട്ട് ഇറാൻ അവരുടെ കൗണ്ടർ പാർട്ടുകളെ പോലെ പ്രവർത്തിക്കുന്ന, അവർ ഷിയാണ് ഇവർ സുന്നിയാണെങ്കിൽ പോലും ഹമാസിനെ വിട്ട് നടത്തിച്ചതാണ് ഒക്ടോബർ 7 കൂട്ടക്കൊല. ഏതായാലും ഞങ്ങൾ അബ്രഹാം അക്കോർഡുമായി മുന്നോട്ട് പോകാൻ പോവാണ്. സൗദി അറേബ്യ അതിനോട് സഹകരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ മേഖലയിൽ സമാധാനമുണ്ടാവാൻ ഉറപ്പായും സൗദി അറേബ്യയുമായിട്ടുള്ള ഈ അബ്രഹാം അക്കോർഡിലൂടെ സാധിക്കുമെന്ന് ബർക്കത്ത് പറഞ്ഞതായിട്ട് വാർത്തകൾ വരുന്നു. ഇത് നമ്മുടെ മാധ്യമങ്ങളിൽ വരാത്തതുകൊണ്ട് ഞാൻ ആ വാർത്ത അങ്ങോട്ട് വായിക്കുകയാണ്. ഇനി സൗദി അറേബ്യയുമായിട്ട് ആ ബന്ധം ഉറപ്പായിട്ടും ശക്തമാകും. അപ്പോൾ ഞങ്ങളുടെ അമേരിക്കയിലെ സുഹൃത്തുക്കളും പറയുന്നത്, നിങ്ങൾ സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ, അറബ് രാജ്യങ്ങളും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടും ഇസ്രയേലിൻ്റെ ബന്ധം ശക്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അത് അമേരിക്ക ഞങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ അതിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തോട് ദില്ലിയിലൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, ട്രംപ് വന്നല്ലോ, ഇനിയിപ്പോൾ ഇസ്രയേലിൻ്റെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കുമോ? പറഞ്ഞു. അതിപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നെറ്റ് ബർക്കത്ത് പറഞ്ഞത്, ഉറപ്പായി നടക്കും. അതായത് ട്രംപിൻ്റെ വരവിനെക്കുറിച്ച് ഒറ്റ വാക്കേ അദ്ദേഹം പറഞ്ഞുള്ളൂ. കാരണം ഇപ്പോഴും ബൈഡൻ ആണല്ലോ പ്രസിഡന്റ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഇറ്റ്സ് മീനിങ് ഫുൾ, അർത്ഥവത്തായ വരവാണ് ട്രംപിൻ്റെ രണ്ടാം വരവ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാൻ പറ്റും. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം അദാനിയെക്കുറിച്ച് പറഞ്ഞു. അദാനി ഇസ്രയേലിലെ ഹൈഫ തുറമുഖം വികസിപ്പിക്കുന്നത് അദാനിയാണ്. ഇസ്രയേലിലപ്പോൾ നമുക്കൊരു തുറമുഖം ഉണ്ട് കേട്ടോ, ഇന്ത്യക്ക്. അദാനിയാണ് ചെയ്യുന്നത്. അദാനിൻ്റെ പോട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പോർട്ടാണ്. അപ്പോൾ അദാനി ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ അദാനിക്കെതിരെ ചില അലിഗേഷൻസ് ഒക്കെ വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇസ്രയേൽ എങ്ങനെ കാണും എന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിലൊന്നും ഒരു കാര്യമില്ല. അദാനി ഹൈഫ തുറമുഖത്തിൻ്റെ പണി അദാനി നടത്തിക്കൊണ്ടിരിക്കുക, അദാനി അത് ചെയ്യും, അത് ഒരു പ്രശ്നവുമില്ല. അത് US കാര്യം US നോക്കിക്കോളും, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അദാനി ഉൾപ്പെടെ, അദാനിയെ മാത്രമല്ല ഇനി ഇതുപോലുള്ള ഇന്ത്യൻ കമ്പനികളെയൊക്കെ ഞങ്ങൾ അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യക്കാർക്ക് ഇസ്രയേലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ ദൃഢമാക്കണം. കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉൾപ്പെടെ നമ്മുടെ ഒരുപാട് തൊഴിലാളികളെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഒരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, ഗാസ ഇനി വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല, അവിടെ വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞു, കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് തൊഴിലാളികളും എഞ്ചിനീയർമാരും ഒക്കെ അവിടെയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തോട് ദില്ലിയിലെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ, ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം യുദ്ധം നടന്നില്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനം ഇന്ത്യയിലേക്ക് ഉണ്ടാകുമായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ വരുമായിരുന്നു. അന്നത്തെ യുദ്ധം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് മിനിസ്റ്റർ ഓഫ് എക്കണോമി നെറ്റ് ബർക്കത്ത് പറഞ്ഞത്, ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വരവ് പോലും അതിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നു, നെതന്യാഹു മോദിയെ കാണാൻ വരുന്നുണ്ട്. വലിയ വാർത്തയാണല്ലോ. വലിയ വാർത്തയാണ്. മോദിയെ കാണാൻ വരുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ ഇനിയുള്ള യാത്ര, ഇനി കുറച്ച് യാത്രകളൊക്കെ നെതന്യാഹുവിന് വേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു അല്ലേ, പ്രസിഡന്റ് ട്രംപിൻ്റെ സ്ഥാനാരോഹണത്തിന് നെതന്യാഹു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇനി നടക്കുന്ന നെതന്യാഹു ബിബി നടത്താൻ പോകുന്ന ട്രിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിപ്പ് മോദിയെ കാണാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, ഇപ്പം നമ്മുടെ ഒരു രാഷ്ട്രത്തലവനെ കൊണ്ട് പോകുന്നതിന് മുമ്പ് അതിൻ്റെ തൊട്ട് താഴെയുള്ള മറ്റു ചില ആളുകൾ പോകാറുണ്ട്. അതെ, ഒരു സാധാരണ വിദേശകാര്യ ട്രംപ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് അവിടുത്തെ മറ്റ് മന്ത്രിമാർ ഇവിടെ വരും. അതെ, ഇപ്പോൾ രാജ്നാഥ് സിംഗ് മോസ്കോയിലേക്ക് പോകുന്നുണ്ട്. രാജ്നാഥ് സിംഗ് മോസ്കോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രതിരോധ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, നാവികസേനാ തലവനാണ് അങ്ങോട്ട് പോയത്. അവിടെ പോയി ചർച്ചകളൊക്കെ നടത്തി, ഒരാഴ്ചക്ക് മുമ്പേ 2 ആഴ്ച മുമ്പ് പോയി ചർച്ചകളൊക്കെ നടത്തി. അവസാന ഘട്ടത്തിലാണ് മന്ത്രി പോകുന്നത്. അതുപോലെ പ്രധാനമന്ത്രി പോകുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ്, അപ്പോൾ പ്രതിരോധ വകുപ്പ് മന്ത്രി പോകുന്നതിന് മുമ്പ് സൈന്യത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോകും. അവർ പോയി നമ്മൾ കരാറുകളുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കും, എല്ലാം റെഡിയാക്കും. മന്ത്രി എന്നിട്ട് ഇത് കരാർ എഴുതി ഉണ്ടാക്കുന്നതല്ലോ രാജ്നാഥ് സിംഗിൻ്റെ പരിപാടി. ഇത് പോയി റെഡിയാക്കി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് അതിൻ്റെ കോപ്പി ഇവിടെ കൊടുക്കും. ഒപ്പിടലാണ് നടക്കുന്നത്. ബാക്കി കരാർ വായിച്ചു നോക്കത്ത് പോലുമില്ല. രാജ്നാഥ് സിംഗ് 50 പേരുടെ കരാർ വായിച്ചു നോക്കാൻ പോകണം. അതൊക്കെ വായിച്ച് മിനിസ്ട്രി അപ്രൂവലൊക്കെ കിട്ടി വേറെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഈ പേപ്പർ വർക്കെല്ലാം ചെന്നിട്ട് ഒപ്പിടൽ, ഒരു സൈനിങ് സെറിമണി മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ എന്തിനാണ്
ഇസ്രയേലിൻ്റെ മന്ത്രി ഈ യുദ്ധത്തിനിടയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നത്, അതും എക്കണോമി മന്ത്രി. വളരെ നിർണായകമാണ്. അതായത് സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട മന്ത്രി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അദാനിയുടെ ഹൈഫ തുറമുഖത്തിൻ്റെ കാര്യമുണ്ട്, ഇന്ത്യയുടെ പോർട്ടാണ്. പിന്നെ നമ്മളുമായിട്ടുള്ള ആയുധ കരാറുണ്ട്, നമ്മളിപ്പോൾ ആയുധം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് നമുക്കറിയില്ല, അതൊക്കെ ഒഫീഷ്യൽ ഹൈ ലെവൽ കാര്യങ്ങളാണ്. അതോ ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നെതന്യാഹു ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പുള്ള മറ്റ് ക്ലിയറൻസുകളും മറ്റ് കാര്യങ്ങളും മറ്റ് ചർച്ചകളും മറ്റ് രേഖകളും ഒക്കെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണോ നിറ്റ് ബർക്കത്ത് വന്നതെന്ന് കരുതിയാൽ അതിലും തെറ്റുണ്ടാവില്ല. ഏതായാലും വാർത്ത ശരിയാണ്. ബീബി വൈകാതെ മോദിയെ കാണാൻ വരുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ ട്രിപ്പുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആലോചിക്കുന്ന യാത്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോദിയെ കാണുന്നത് തന്നെയാണ് എന്ന് ഇസ്രയേലിൻ്റെ മന്ത്രി ഇന്ത്യയിൽ വന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ലോകരാജ്യങ്ങൾ ഏറെ ശ്രദ്ധിക്കുന്നതായിരിക്കും. കാരണം നെതന്യാഹുവും മോദിയും തമ്മിൽ നല്ല ബന്ധം, അതെ, ട്രംപും മോദിയും തമ്മിൽ നല്ല ബന്ധം. അപ്പം മോദി അധികാരത്തിലെത്തിയ ഉടനെ തന്നെ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിസിറ്റ് ആണെന്ന് അവിടുത്തെ മന്ത്രി തന്നെ പറയുന്നു. അല്ലേ? അതാണ് ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ചെറിയ കാര്യമല്ല, വലിയ എന്തോ ഒരു സംഭവത്തിൻ്റെ മുന്നോട്ട്. എന്തായാലും ട്രംപിനെ കാണാൻ നെതന്യാഹു പോകും. ഒരുപക്ഷെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാലും മതിയാവും. അതെ. അപ്പം നമ്മുടെ മാധ്യമങ്ങൾ പക്ഷേ അത് വലിയ എന്തുകൊണ്ടോ എനിക്കറിയില്ല, നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നു, മോദിയെ കാണാൻ വരുന്നു എന്നുള്ള വാർത്ത എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പത്രങ്ങൾ ടെലിവിഷൻ ചാനലുകളിൽ കാണാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അത് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു. ബാക്കി കാര്യങ്ങൾ പ്രേക്ഷകർ ആലോചിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.